നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ നിനക്കാ. ആരാ ചേച്ചി? ഏതോ നമ്പറാ, നീ എടുത്തു നോക്ക്. ഹലോ, ആരാ? മോളെ, അമ്മയാ. അമ്മ, ഇതേതോ നമ്പർ? നീ എന്റെ നമ്പർ കണ്ട് എടുത്തില്ലെങ്കിലും ഒന്ന് കരുതി ലംബോദരൻ ചേട്ടന്റെ ഫോൺ വാങ്ങി വിളിച്ചതാ. നിനക്കും കുഞ്ഞുങ്ങൾക്കും സുഖമല്ലേ മോളെ? ആ, ഞങ്ങളിങ്ങനെ ഒരു ഭാഗത്ത് ജീവിച്ചു പോകുന്നുണ്ടമ്മ. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? അന്നത്തെ വീഴ്ച അവസാനത്തെ വീഴ്ചയായിരുന്നെങ്കിലെന്ന് ഞാനിപ്പോ ആഗ്രഹിച്ചു പോവാ. ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് അങ്ങനെ ആശ്വസിക്കാം. എനിക്ക് അതിനും പറ്റാത്ത അവസ്ഥ. 2 പെൺകുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കണ്ടേ? നീ പേടിക്കണ്ട മോളെ. ആ കുഞ്ഞുങ്ങൾക്ക് ഈ വീടുണ്ട്. ഈ സ്വത്തിന്റെ അവകാശികള് അവര് മാത്രോ. ഭദ്രയെ ആർച്ച് നീ ഉടനെ വിനയനോട് ക്ഷമിക്കണമെന്നോ അവന്റെ അടുത്തേക്ക് വരണമെന്നോ ഞാൻ പറയില്ല. അത്ര വലിയ തെറ്റാ അവൻ ചെയ്തത്. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ആ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നീ വിനയനുമായിട്ടുള്ള ബന്ധം നിയമപരമായി വേർപെടുത്തരുത്. ഡിവോഴ്സിനുള്ള വക്കീൽ നോട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട്. മോൾ അത് പിൻവലിക്കണം. അമ്മ വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും കാര്യമെന്ന്. ഞാൻ അയാളെ നിയമപരമായി ഉപേക്ഷിച്ച എന്റെ മക്കൾക്ക് അവരുടെ അച്ഛന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാവില്ലെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? വേണ്ട, അയാളുടെ വിലാസം പോലും എന്റെ മക്കൾക്ക് വേണ്ട. വിനയൻ എന്ന പേര് എന്റെ മനസ്സിൽ നിന്ന് തന്നെ ഞാൻ വെട്ടി. അതുകൊണ്ട് തന്നെ എന്റെ മക്കള് വളരുമ്പോ അവരുടെ മനസ്സിലും അങ്ങനെ ഒരു പേരും ആളും ഉണ്ടാവില്ല. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ ഒന്നും പറയല്ലേ. വിനയനല്ലേ നിന്നോട് തെറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാനും ബാലേട്ടനും ഞങ്ങളുടെ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെയല്ലേ ഞങ്ങൾ സ്നേഹിച്ചത്. ആ സ്നേഹത്തിനുള്ള നന്ദി എനിക്ക് എന്നും ഉണ്ടാവും അമ്മ. അമ്മ അച്ഛനെ എന്നെ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഞാൻ ഓടി വരും. എന്നെ കൊണ്ട് കഴിയുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അതിലപ്പുറം നിങ്ങൾ തന്ന സ്നേഹത്തിന് പകരമായി എന്റെയും എന്റെ മക്കളുടെയും ജീവിതം നിങ്ങളുടെ മകന് വേണ്ടി കുരുതി കൊടുക്കണമെന്ന് മാത്രം പറയരുത്. അമ്മ വെച്ചോ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. എന്താ ലതികെ, അവൾ എന്തു പറഞ്ഞാ ഫോൺ വെച്ചത്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ചിരു തീരുമാനിച്ചു തന്നെ വക്കീൽ നോട്ടീസ് അയച്ച്. നീ ഇങ്ങനെ നിരാശപ്പെടാതെ ലതികെ. ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ പല കുടുംബങ്ങളിലും ഒത്തുതീർത്തിട്ടുണ്ട്. നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. വിനയന്റെ ഇരട്ടക്കുട്ടികൾ നമുക്കൊരു പ്രതീക്ഷയാ.
ചേരൂ. ദാ ഇത് കുടിക്ക്. ലൈം ജ്യൂസാ. ഒന്ന് തടുക്കട്ടെ. കുടിക്ക്. ലതിക ആന്റി ഒന്ന് വിളിച്ചതിന് നിനക്കെന്തിനാ മോളെ ഇത്ര ടെൻഷൻ? വിനയൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? അറിയില്ലേ ചേച്ചി, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അയാള് ജയിലിൽ നിന്ന് ഇറങ്ങിയ രഘുവേട്ടനൊക്കെ അറിയാതിരിക്കോ? ഇത് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയതിന്റെ റിയാക്ഷനാ. വീട് കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, അതുകൊണ്ട് വിനയനെ നിയമപരമായി ഉപേക്ഷിക്കരുതെന്ന്. അതവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. നീ വിനയനെ ഉപേക്ഷിച്ചാലും മക്കളുടെ അവകാശം എന്നും നിലനിൽക്കും. അതുപോലും വേണ്ടെന്ന് പറഞ്ഞിരിക്കല്ലേ ഇവള്. പിന്നെ എന്റെ അമ്മയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ജീരു. വേണ്ടഞ്ഞിട്ട് തന്നെയാ. സ്വത്തിന് വേണ്ടി എന്റെ മക്കളെ കൊണ്ട് അയാളെ അച്ഛനെന്ന് വിളിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവരെ ഞാൻ അങ്ങ് കൊന്നുകളയുന്നതാ. അത്രയ്ക്ക് നികൃഷ്ട ജന്മം അയാള്. നമ്മുടെ മഞ്ചാടിയുടെ അഭിമാനം പണയപ്പെടുത്തി കാശുണ്ടാക്കാൻ നോക്കിയവൻ നാളെ സ്വന്തം മക്കളെ വിൽക്കില്ലെന്ന് എന്താ ഉറപ്പ്? മതി ചേരൂ, ഇനി നീ ഒന്നും പറയല്ലേ. നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. ആ, അനുചേച്ചിക്ക് മനസ്സിലാവും. പക്ഷെ മനസ്സിലാകാത്തവരും ഇവിടെ ഉണ്ട്. ദയവേത് അവരോട് എന്റെ കാര്യത്തിൽ ഇനി ഇടപെടരുതെന്നൊന്ന് പറ. മൂത്തവരുടെ വാക്ക് മുതിർന്നിരിക്കേ ആദ്യം കഴിക്കും, പിന്നീട് അതിന്റെ മധുരം തിരിച്ചറിയും. വിട് ചേച്ചി. ചേരൂ കുറച്ചേരം സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. നീ പറയുന്നത് കേട്ടാ ഞാനാണ് അവളെ സ്വസ്ഥത കെടുത്തുന്നതെന്ന് തോന്നുമല്ലോ. ഞാനേ നിങ്ങളുടെ മൂത്ത ചേച്ചിയാ. അച്ഛനില്ലാത്തപ്പോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിൽ എന്ത് നടന്നാലും എന്റെ അഭിപ്രായം ഞാൻ പറയും. അല്ലാതെ വേലക്കാരിയെ പോലെ നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തന്ന് ഇവിടെ മിണ്ടാതിരിക്കേണ്ട കാര്യം നീ അമ്പളിക്കില്ല. അല്ലെങ്കിലും ഞാനെന്താ ഇതിനു മാത്രം പറഞ്ഞത്? ആ ലതികാന്റിയോട് ഇത്ര കടുപ്പത്തിൽ സംസാരിക്കേണ്ടിരുന്നില്ലേ മാത്രല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, അതിന് ഇവൾ ഇങ്ങനെയൊക്കെ പറയണോ അനു? നമ്മള് ഓരോരുത്തരുടെ അവസ്ഥ അറിഞ്ഞു പെരുമാറണ്ടേ ചേച്ചി? അവര് വിളിച്ചതിന്റെ വിഷമത്തിലിരിക്കുമ്പോ ചേച്ചി അവളെ കുറ്റപ്പെടുത്തിയ ആർക്കായാലും ദേഷ്യം വരില്ലേ? എനിക്കാരെയും സുഖിപ്പിച്ചുകൊണ്ട് കാര്യം പറയാൻ അറിയില്ല. നിനക്കത് പറ്റും. അതുകൊണ്ടാണല്ലോ നിന്നോട് ആർക്കും ദേഷ്യം ഇല്ലാത്തത്. അമ്പിളിക്ക് ഒരു മുഖേ ഉള്ളൂ. അത് വികൃതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലേ അത് എന്റെ കുറ്റമല്ല, നിങ്ങളുടെയൊക്കെ പരാജയമാ.